ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളിൽ ആരൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ അടുത്ത് നടന്ന ഏതൊരു പേപ്പർ എടുത്തു കഴിഞ്ഞാലും മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള കറണ്ട് അഫെയർസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമ്മൾ ഈ ക്ലാസ്സിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികൾ ആരൊക്കെയാണ് അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇന്ത്യ, അതുപോലെ വേൾഡ് എന്ന് പറയുമ്പോൾ വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ UNO തുടങ്ങിയ മേഖലകളിൽ ആരാണ് ഇപ്പോൾ ആ ഒരു പദവിയിലുള്ളത് അതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ചീഫ് സെക്രട്ടറിയെ കുറിച്ചാണ്. ഒരു IAS കേഡറിന് സംസ്ഥാന തലത്തിൽ എത്താൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന പൊസിഷനാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള റിപ്പോർട്ട് പ്രകാരം ആരാണ്? ശാരദ മുരളീധരനാണ് കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് മാറിയിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ്. അതായത് 2024 സെപ്റ്റംബർ 17 പ്രകാരം ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് പ്രകാരമുള്ള ആ ഒരു ന്യൂസ് ആണ്. ശാരദ മുരളീധരനാണ്. അടുത്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം ഇപ്പൊ പുതുതായിട്ട് വന്ന ചീഫ് ജസ്റ്റിസ് ആണ്. നിതിൻ ജംദാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിതിൻ ജംദാർ ആണ് കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. നിതിൻ ജംദാർ ആണ്. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന തലത്തിലുള്ള ഒരു സമ്പ്രദായമാണ്, സിസ്റ്റമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. കേരള ലോകായുക്ത എന്ന് പറയുന്നത് ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. അഡ്വക്കേറ്റ് ജനറൽ, അതായത് അറ്റോർണി ജനറൽ പോലെ സംസ്ഥാന തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ആരാണ്? N ഗോപാല കൃഷ്ണക്കുറുപ്പാണ്. കേരളത്തിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ, ഫിനാൻസ് കമ്മീഷൻ, 7ാമത് ഫിനാൻസ് കമ്മീഷനാണ് കറന്റ് കേരളത്തിലുള്ളത്. സോ അതിന്റെ അധ്യക്ഷനാണ് KN ഹരിലാൽ എന്ന് പറയുന്നത് കേട്ടോ. KN ഹരിലാൽ ആണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇതെന്ന് പറയുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും വനിതാ കമ്മീഷന്റെ ഒക്കെ അധ്യക്ഷന്മാരെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ട്. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്പോയിന്റ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? V ഹരിനായരാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിവരാവകാശ കമ്മീഷനെ കുറിച്ചൊക്കെ PSC നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവിയാണ്. അവർ കുറച്ചു കാലങ്ങളായിട്ട് ഈ ഒരു പദവിയിലുണ്ട്. അറിഞ്ഞിരിക്കുക, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാനാണ്. പഞ്ചായത്ത് തലത്തിലുള്ള നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. സോ അതിന്റെ തലവൻ ആരാണ്? A ഷാജഹാനാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ ആണ്. സഞ്ജയ് കൗൾ ആണ് സംസ്ഥാനത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ആരാണ്? സഞ്ജയ് കൗൾ ആണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാരണം കൊണ്ട് അദ്ദേഹം രാജിവെച്ചു. ഇപ്പൊ ആരാണ്? പ്രേംകുമാർ ആണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? പ്രേംകുമാർ ആണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. കൃത്യമായിട്ടുള്ള ആൻസർ.
കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലയാള മിഷൻ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ്. അപ്പോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ആണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്താണ്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. മലയാള മിഷൻ ഡയറക്ടർ ആരാണ്? മുരുകൻ കാട്ടാക്കടയാണ്. ഇനി കുറച്ച് ഇത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, എന്നാൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. കേരളം വനം വകുപ്പ് മേധാവി ഗംഗാ സിംഗ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വനം വകുപ്പ്, അതായത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലെയുള്ള എക്സാമുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ഈ ഒരു വനവുമായി ബന്ധപ്പെട്ട് അതുമായി റിലേറ്റ് ചെയ്തുള്ള ഒരു എക്സാം ആണ്. അപ്പൊ അതിലൊക്കെ ചോദിക്കാൻ നല്ല ചോദ്യമാണ്. കേരള വനം വകുപ്പ് മേധാവി ആരാണ്? ഗംഗാ സിംഗ് ആണ്. കേരള വിജിലൻസ് ഡയറക്ടർ ആരാണ്? യോഗേഷ് ഗുപ്തയാണ്. കേരള ഫയർഫോഴ്സ് മേധാവി ആരാണ്? K പത്മകുമാർ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഫയർഫോഴ്സ് എക്സാം ഒക്കെ, ഫയർമാൻ എക്സാമിലൊക്കെ ചോദിക്കാം. അപ്പൊ കേരള ഫയർഫോഴ്സ് മേധാവി ആരാണ്? K പത്മകുമാർ ആണ്. കേരള ജയിൽ മേധാവി ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായാണ് കേരള ജയിൽ മേധാവി എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഒരു ഫോഴ്സുമായി ബന്ധപ്പെട്ട പദവികളാണ്. അടുത്തത് വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ, മുൻ PSC ചെയർമാൻ ആയിരുന്നു. എല്ലാവർക്കും സുപരിചിതമായുള്ള വ്യക്തിയാണ്. വഖഫ് ബോർഡ് ചെയർമാൻ ആരാണ്? MK സക്കീർ ആണ്. ന്യൂനപക്ഷ ചെയർമാൻ ആരാണ്? AA റഷീദ് ആണ്. ന്യൂനപക്ഷ ചെയർമാൻ AA റഷീദ്. കേരള യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ. അടുത്തൊരു എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. കേരള യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? A ഷാജർ ആണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നീലഗംഗാധരനാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നീലഗംഗാധരൻ. കേരള PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള PSC ചെയർമാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എഴുതുന്ന PSC പരീക്ഷകളുടെ ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. ഓക്കെ ആണല്ലോ. SC/ST കമ്മീഷൻ ആരാണ്? BS മാവോജി ആണ്. SC/ST കമ്മീഷൻ പട്ടികജാതി പട്ടിക വകുപ്പ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് BS മാവോജി ആണ്. കേരള ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? G ശശിധരനാണ്. കേരള ബാക്ക്വേർഡ് ക്ലാസ് പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? G ശശിധരനാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആരാണ്? TK ജോസ് ആണ്. ഇതൊക്കെ വളരെ റയർ ആയുള്ള ചോദ്യമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട്. SC/ST കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കി രണ്ടും ചോദിച്ചിട്ടില്ല, എന്നാലും അറിഞ്ഞിരിക്കുക. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആരാണ്? TK ജോസ് ആണ്. TK ജോസ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ്? KC റോസക്കുട്ടി. അപ്പൊ അറിഞ്ഞിരിക്കുക, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആരാണ്? KC റോസക്കുട്ടിയാണ്. വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് P സതീദേവിയാണ്. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആരാണ്? KC റോസിക്കുട്ടി. അപ്പൊ അങ്ങനെ ചോദിക്കാം. നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് ഇപ്പോ വനിതാ വികസന കോർപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് എവിടെ പോകരുത്? P സതീദേവിയിലേക്ക് പോകരുത്. അതാരാണ്? KC റോസക്കുട്ടിയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജി N കരുണാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജി N കരുണാണ്. കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആരാണ്? യോഗേഷ് ഗുപ്തയാണ്. കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടർ എന്ന് പറയുന്ന ആരാണ്? യോഗേഷ് ഗുപ്തയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ്? നവാസ് മീരാനാണ്. അപ്പൊ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട പദവികളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അടുത്തത് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ചെയർപേഴ്സൺ ആരാണ്? വിമല വിജയഭാസ്കർ ആണ്. കേരള ഗ്രാമീൺ ബാങ്ക്, കേരളത്തിന്റെ സ്വന്തം ബാങ്കായുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ ചെയർപേഴ്സൺ ആരാണ്? വിമല വിജയഭാസ്കർ ആണ്. കേരള ബാങ്കിന്റെ CEO ആരാണ്?
ജോർട്ടി എം ചാക്കോ ആണ്. ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്ക് സിഇഒ എന്ന് പറയുന്നത്. സിഇഒ ഓഫ് വിഴിഞ്ഞം സീപോർട്ട്. കേരളത്തില് പുതുതായിട്ട് നിലയിൽ വന്ന ഒരു മൈനർ പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം സീപോർട്ട്. സോ അതിന്റെ സിഇഒ ആരാണ്? ശ്രീകുമാർ കെ നായരാണ്. ശ്രീകുമാർ കെ നായരാണ് സിഇഒ ഓഫ് വിഴിഞ്ഞം സീപോർട്ട്. കലാമണ്ഡലത്തിന്റെ വി സി, പലപ്പോഴും കലാമണ്ഡലത്തിന്റെ വി സിമാരെ കുറിച്ച് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മുൻ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ്. ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് കലാമണ്ഡലം വി സി എന്ന് പറയുന്നത്. ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് കലാമണ്ഡലം വി സി എന്ന് പറയുന്നത്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എക്സാമുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എക്സാമിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സാമിന്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് സെപ്റ്റംബർ 25 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന പോലെ ഓരോ സബ്ജക്റ്റും, സിലബസിലെ ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. ഈ ഒരു എക്സാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞങ്ങൾ കൂടെയുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് കേരള റിലേറ്റഡ് ആയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് മീൻസ് പദവികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഇന്ത്യ, വേൾഡ് തുടങ്ങിയ വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട പദവികൾ നമ്മൾ പഠിക്കും. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.